അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ 23 ബാബ് വിവരിച്ചിട്ട് 24ാമത്തെ ബാബ്. അത് 23ാമത്തെ ബാബെല്ലാം വിശദീകരിച്ചത് അതിലൊരുപാട് ഹദീസുകൾ 14 ഹദീസ് വിശദീകരിച്ചത് എല്ലാം അതിൽ വിവരിച്ചത് നൽകാര്യം കൊണ്ട് കൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വത്തെ കുറിച്ചായിട്ട്. എന്നാൽ അതുമായി സംബന്ധപ്പെട്ട് തന്നെ ചൊല്ല് നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ച് തെറ്റായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുക എന്ന ആ ജവാബ്ദാരി നിർവഹിക്കുമ്പോൾ ആ സ്വറ എടുക്കുന്ന ആളുകൾ അയാൾ എങ്ങനെയുള്ള ആളായിരിക്കണം? നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുമ്പോൾ അയാൾ അത് ചെയ്ത ആളായിരിക്കണം. ഹറാമി എന്ന് വിരോധിക്കുമ്പോൾ അയാൾ ആ ഹറാമ് ചെയ്ത ആളാവുകയും തീരാം. അപ്പൊ ജനങ്ങൾക്ക് നല്ലത് പരിപാടി കൊടുക്കുമ്പോൾ അയാളും നല്ല വ്യക്തിയാവണം. തെറ്റായ കാര്യങ്ങളെ അയാൾ വിരോധിക്കുമ്പോൾ അയാളും തെറ്റ് ചെയ്യുക തീറ എന്ന്. അപ്പൊ അങ്ങനെ ഇയാള് നല്ലത് ചെയ്യാണ്ട് ജനങ്ങൾക്ക് പരിപാടി കൊടുത്തെങ്കിലോ, ഇയാൾ ഹറാമിൽ നിന്ന് പിന്തിരിയാണ്ട് അത് ഹറാമ് എന്ന് ചൊന്നു കൊടുത്തെങ്കിലോ, അതിലെ ഗൗരവത്തെ കുറിച്ചായിട്ട് ഈ ബാബ് ഉഖൂബത്തി മൻ അമറ ബിമഅറൂഫിൻ ഔ നഹാ അൻ മുൻകർ. നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചു, തെറ്റായ കാര്യങ്ങളെ കൊണ്ട് വിരോധിച്ചു. വഖാലഫ ഖൗലുഹു ഫിഅലഹു, അവന്റെ വാക്ക് അവന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായിട്ട് അങ്ങനെയുള്ളവനുക്കുള്ള ശിക്ഷയെ അതിനെ പെറുപ്പിച്ച് ചൊല്ല്. അതിലെ ഗൗരവം വിവരിക്കലേ ബാബ് എന്ന് നോക്കാം. അതിൽ നമുക്ക് ഒരു ഹദീസും 3 ആയത്തുകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖാല അല്ലാഹു തആല അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും. അല്ലാഹു തആല കേൾക്കറ അതഅ്മുറൂന അന്നാസ, നിങ്ങൾ മനുഷ്യന്മാർക്ക് പരിപാടി കൊടുക്കണമ ബിൽ ബിർരി നല്ല കാര്യങ്ങൾ ഗുണങ്ങളെ കൊണ്ട്, വതൻസൗന അൻഫുസകും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മറക്കടമ, വാൻതും നിങ്ങൾ തത്ലൂനൽ കിതാബ് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടുള്ളവർ. ആ ഖുർആനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെന്നത് വഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കില്ലേ? അപ്പൊ നിങ്ങൾ ജനങ്ങൾക്ക് നല്ലത് പരിപാടി കൊടുത്ത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മറന്നു പോണ്ടമാ എന്നായിട്ട് ഖുർആൻ കേൾക്കണം. ഇനി അത് സൂറത്തുൽ ബഖറയുടെ 44ാമത്തെ ആയത്ത്. വഖാല തആല യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ലിമ തഖൂലൂന നിങ്ങൾ എന്തൊക്കെ ചൊല്ലാറ്, മാ ഒന്ന് ലാ തഫഅലൂൻ നിങ്ങൾ ചെയ്യാത്തൊന്ന്. നിങ്ങൾ ചെയ്യാത്തൊന്ന് ജനങ്ങൾക്ക് എന്തുകൊണ്ട് പരിപാടി കൊടുക്കുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ വലിയ ഗൗരവമായിട്ട് തഖൂലു, അള്ളാന്റെ അടുക്കൽ വലിയ വിഷയം തഖൂലു നിങ്ങൾ ചൊല്ലത് മാ ഒന്ന് ലാ തഫഅലൂൻ നിങ്ങൾ ചെയ്യാത്തൊന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യാത്തത് ജനങ്ങൾക്ക് പരിപാടി കൊടുക്കുകയെന്ന് ചൊല്ലത് അള്ളാന്റെ അടുക്കൽ അത് വലിയ ഗൗരവമല്ലത്, വലിയ വിഷയമെന്ന്. അപ്പോ എന്താ ഇത് ഈ ആയത്തിൽ കേട്ട് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്ത് പരിപാടി കൊടുക്കുകയെന്നാണ്. അത് സൂറത്തു സഫിൽ ചെന്ന. ഇനി വഖാല തആല ഇഖ്ബാറൻ അൻ ശുഐബ് അലൈഹിസ്സലാം, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം ചെന്നത് അല്ലാഹു തആല സൂറത്തു ഹൂദിൽ ചെന്നു. വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻ, ഞാൻ നിങ്ങളെ കിട്ട് വിരോധിച്ച കാര്യങ്ങളെ ഞാൻ ചെയ്യുവാനാണ് ഉദ്ദേശിക്കില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിപാടി തന്ന നല്ല കാര്യങ്ങൾ നിങ്ങളെ തൊട്ട് വിരോധിക്കട്ടെ, നിങ്ങൾക്ക് ചെയ്യേണ്ട ഹറാമ് എന്ന് വിരോധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊട്ട് വിരോധിച്ചിട്ട് ഞാൻ ചെയ്യുക ഉദ്ദേശിക്കില്ല എന്ന് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനമായിട്ട് കിടക്കും. അപ്പൊ അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ തന്നെ ആയിട്ട് അങ്ങ് എല്ലാ കാര്യങ്ങളും അങ്ങനെ നല്ലതൊക്കെ ചെയ്യണം, തെറ്റിൽ നിന്ന് സമ്പൂർണമായും വിരോധത്തായി നിൽക്കണമായിട്ട് അള്ളാന്റെ അമ്പിയാക്കന്മാർ. അപ്പോ ഇതിൽ ആ കൽപ്പിക്കട വ്യക്തി അവന്റെ ശരീരത്തെ മറക്കുക തീറാം എന്ന ആയത്തുകളും ആയിട്ട് ഞങ്ങൾ ഇപ്പൊ കേട്ടത്. ഇനിയിപ്പോ 198ാമത്തെ ഹദീസ്. വൻ അബീ സയ്യിദ് ഉസാമത്ത് ഇബ്നു സയ്യിദ് ഇബ്നു ഹാരിസത റളിയല്ലാഹു അൻഹു, അബൂ സയ്യിദ് എന്നാലായിട്ട് ഹദീസ് റിപ്പോർട്ടാക്കടെ. ഉസാമത്ത് ഇബ്നു സയ്യിദ് ഇബ്നു ഹാരിസത, സയ്യിദ് ഇബ്നു ഹാരിസയുടെ മോനായ ഉസാമ റളിയല്ലാഹു അൻഹു
നബി തങ്ങ ബലത്തി അങ്ങായിട്ട് കിടങ്ങ സെയ്ദ് റളിയല്ലാഹു നബി തങ്ങ ബലത്തില് സെയ്ദ് റളിയല്ലാഹു മോനായിട്ട് കിടും ഉസാമ റളിയല്ലാഹു ആകെ ഹിബ്ബു റസൂലില്ല ചൊല്ല അള്ളാഹിന്റെ റസൂലിലെ ഇഷ്ടപ്പെട്ട ആൾക്കാരൻ വലിയ മഹബത്തായിട്ട് നബി തങ്ങ അങ്ങോട്ട് സെയ്ദ് റളിയല്ലാഹുവിന് 6-7 വർഷം 8 വർഷത്ത് മുന്നല്ലേ അയാൾക്ക് 8 വർഷം അവിടേക്ക് മുന്നല്ലേ നബി തങ്ങളെ ഒത്തു വന്നത്. അങ്ങനെ നബി തങ്ങ വലിയാക്കി വലിയാക്കി നബി തങ്ങ മങ്ങലാക്കി കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് മക്കളുണ്ടായിട്ട് വലിയ ഇഷ്ടപ്പെട്ട ആളാറായിട്ട് ഇങ്ങനെ സെയ്ദ് റളിയല്ലാഹുനും സെയ്ദ് റളിയല്ലാഹുവിൻ്റെ മോൻ്റെ പേരായിട്ട് ഉസാമ റളിയല്ലാഹു. ഹിബ്ബ് റസൂലില്ലാന്ന് ചൊല്ല അള്ളാഹിൻ്റെ റസൂലെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. റളിയല്ലാഹുന ബാപ്പയും മോനും സഹാബിയാണ്. കാല അതാ മഹാനായ സെയ്ദ് ഉസാമ റളിയല്ലാഹു ചൊല്ലും സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടെ യൂതാ ബിർറജുലി യൗമൽ ഖിയാമത്ത് നാൾ ഒരാളെ കൊണ്ടുവരപ്പെട്ടു ഫയുൽഖാ ഫിന്നാർ അയാളെ വിളിച്ചവന്ന് അയാളെ നരകത്ത് കിട്ടും. ഫതന്തലിക്കു അഖ്താബ് ബത്തനി അയാളെ ഭയത്തിലുൽഗത്തുള്ള കൊടലുകൾ അത് പുറത്തുകൊണ്ട് ഫയദൂറു ബിഹാ ആ കൊടലും കൊണ്ടിട്ട് അവൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണ നരകത്തിൽ കമാ യദൂറുൽ ഹിമാറു കത്ത ചുറ്റും പോലെ ഫിർ റഹാഞ്ചെന്നെങ്കിൽ ഈ കത്തടല്ല ഇതൊക്കെ കത്ത ബോരി ഇതിരല്ല ഈ അറക്കുക വേനായിട്ട് ഉപയോഗമാക്കിട്ടിരിക്കണം. ആശാങ്കല്ലെന്ന് ചൊല്ലത് റഹാൻ്റെ ഇതിൻ്റെ അപ്പം മിഷൻ വന്നതുകൊണ്ട് അത് കാണില്ല. എന്താണെങ്കിൽ ഈ വലിയ കല്ല് എന്തെങ്കിലും പൊടിയാക്കും പോലത്തത് അല്ല അറക്കും പോലത്തത് എന്നേൽ കണ്ണെ കൈക്കിട്ടിട്ട് ഞങ്ങൾ സാധാരണ മുന്നോട്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കല്ലുണ്ട്, അതേപോലത്തെ വലിയ കല്ല്. ആ കല്ല് ഒരു കോല് കെട്ടിയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ കോല് കെട്ടിയിട്ട് ഇവിടെ ഒരു കത്തര മാല ബോരിരമ കെട്ടിട്ട് അതിങ്ങനെ ചുത്തു വന്നുകൊണ്ടിരിക്കും. അത് ചുത്തു വരുമ്പോൾ ഇവിടെ എന്താ അവിടെ ഇതിങ്ങനെ അറയില് അയക്കാ റഹാൻ ചൊല്ല്. അപ്പം അതെന്തേ അതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ചുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാ കത്ത ആശാങ്ക ഇത് റഹയുടെ ചുറ്റും ഇങ്ങനെ കത്ത ചുറ്റും പോലെ നരകത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കട ഓൻ്റെ കടല് പുറത്ത് വന്നിട്ടിക്കട് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം. ഫയജത്തമിയിലെ ആഹുലു നരപ്പ നരകക്കാരെല്ലാം ഓൻ്റെ മുട്ട ഓടി പണ്ടാറ് ആടുമാർ എന്താ ഫയക്കൂലൂൻ അങ്ങ് കേക്കടറ് യാ ഫുലാൻ മാലക്ക ഈ മനുഷ്യൻ നിക്കെന്തായി പോയിട്ട് അലം തക്കുൻ തഅ്മുറു ബിൽ മഅറൂഫ് നീ നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചു എന്നാണല്ലേ തൻഹാനിൽ മുൻകരി ചീത്തയായ കാര്യങ്ങളെ വിരോധിച്ചിരുന്ന ആളല്ലേ നീന്. ഫയക്കൂലു അപ്പോൾ ചൊല്ല ബല അതെ കുന്തു ആമുറു ബിൽ മഅറൂഫ് നൽകാര്യങ്ങളെ കൊണ്ട് ചെയ്യണോട്ട് ഞാൻ കൽപ്പിച്ചിരുന്നേ വല ആതീഹി ഞാനത് ചെയ്തോണ്ടില്ല. വൻഹാനിൽ മുൻകരി ചീത്തയായ കാര്യങ്ങളെ ഞാൻ വിരോധിച്ചോണ്ടിരുന്നേ വ ആതീഹി ഞാനത് ചെയ്തോണും ആയോണ്ടിരുന്നേ. മുത്തഫഖുൻ. അപ്പൊ എന്താ ഈ ഹദീസിൽ ചെന്നത്? നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചവൻ ചെയ്തില്ലെങ്കിൽ അവൻ നരകത്തേക്ക് അവന്റെ കടലും വലിച്ചിട്ടിട്ട് അവൻ ചുറ്റിക്കൊണ്ടിരിക്കണ നരകത്ത്. അപ്പൊ മനുഷ്യന്മാർ വന്ന് കേൾക്കുന്നത് എന്തായിട്ട് എനിക്ക് നീ വലിയ വയല് പ്രസംഗമെല്ലാം ചൊന്നു ഇന്ന് മനുഷ്യന്മാർക്കെല്ലാം ഉപദേശിച്ചൊന്ന് പുറത്തുന്നവനല്ലേ. അപ്പോൾ അവൻ ചൊല്ലാം ശരി, പക്ഷേ ഞാനത് ചെയ്തോണ്ടില്ല. എന്ത് നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചേ ഞാനത് ചെയ്തോണ്ടില്ല, തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചോണ്ടിരുന്ന ഞാനത് ആക്കിക്കൊണ്ടും പിന്നെ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് ചൊല്ലാം. കൗലു തന്തലിക്കു എന്ന ഹദീസിൽ ഉപയോഗമാക്കിയത് ബിദ്ദാലിൽ മുഹമ്മല പുള്ളിയില്ലാത്ത ദാല് കൊണ്ടായിട്ട് മാനാവ് തഹ്റുജു. ആ തന്തലിക്കു എന്നതിൽ 10 പണ്ട് എന്നർത്ഥം തഹ്റുജു. വല്ല അഖ്താബ് എന്ന കൊടലുകൾ എന്ന വാഹിദ് കിത്തുബ് കിത്തുബിടെ ബഹുവച്ചനായിട്ട് അഖ്താബ് എന്നുള്ളത്. അപ്പൊ ഈ ഹദീസിൽ നൽകാരെ കൊണ്ട് കൽപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ തൊട്ട് വിരോധിക്കുക എന്ന ആ ഇസ്ലാമിൽ ഏറ്റവും മഹത്തരമായ ഒരു ഉത്തരവാദിത്വം അത് നിർവഹിക്കുന്ന വ്യക്തി അയാളും നൽകാര്യങ്ങളെ കൊണ്ട് ചെയ്താലും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അയാളും ദൂരത്തായി നിൽക്കലാവണം. അപ്പൊ അയാൾ ജനങ്ങൾക്ക് മാത്രം വഴിപാട്ടി കൊടുത്തെങ്കിലല്ല അയാളുടെ ശരീരത്തെയും അയാൾ തഖ്വയിൽ നിലനിപ്പാട്ടണം എന്നായിട്ടിരിക്കുന്നത്. അപ്പോ ഈ ഉത്തരവാദിത്വം വലിയൊരു ഉത്തരവാദിത്വമായിട്ടിരിക്കുന്നത് അല്ലേ, വലിയൊരു ഉത്തരവാദിത്വം. കാലി കൽപ്പിച്ചെങ്കിൽ മെയ്യാവില്ല. ഞങ്ങളെ ശരീരത്തിനാണ് ജാഗ്രതാക്കുക എന്നുള്ളത്. അള്ളാഹു നാളൊക്കെ വിജയികളിൽ പെടുത്തട്ടെ. അള്ളാഹു നമുക്കൊക്കെ തഖ്വ തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പം ഇത് വലിയൊരു കാര്യം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കൊണ്ട് ചിന്തിക്കേണ്ട ആലോചിക്കേണ്ടത്. വെച്ചിട്ട് ഇങ്ങനെ കുറെ ചൊല്ലേ എന്നതല്ല വിഷയം. അത് ഉൾക്കൊണ്ട് ജീവിച്ചിട്ട് ചൊല്ലണം. അതേ ഫലപ്രദാവിടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പഠിച്ചെങ്കിൽ പഠിപ്പാട്ടി കൊടുക്കണം. അതൊന്ന് അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അതിനേക്കാളും വലിയതാണ്. അപ്പോൾ അള്ളാഹു തൗഫീഖ് തന്നെങ്കിൽ മാത്രം ഞങ്ങളെ കൊണ്ട് സാധ്യം. അള്ളാഹു നമുക്കൊക്കെ നല്ലതൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.